MA Sanskrit General Semester 2nd Darshana 1 Unit 1 A General Survey of Literature of Sankhya and Yoga Systems of Philosophy. A General Survey of Vajaspati Mishra and his works. A General Appreciation of Sankhya-tattva Kaumudi. A Synoptical Survey of Patanjali Yoga Sutra. Sankhya Philosophy. Sankhya is one of the 6 Astika schools of Indian philosophy. Sankhya's epistemology accepts 3 of 6 pramanas as the only reliable means of gaining knowledge. These are Pratyaksha, Anumana and Shabda. It is traditionally viewed as an orthodox philosophy as it accepts the authority of Vedas. Sankhya philosophy regards the universe as consisting of 2 independent realities, Purusha and Prakriti. These 2 realities exist parallel without affecting each other. The mind and the thoughts that appear in the mind are also considered a part of Prakriti. The universe is described by this school as one created by Purusha Prakriti entities infused with various combinations of variously enumerated elements, senses, feelings, activity and mind. Sankhya philosophy is known for its theory of gunas. Gunas it teaches are the 3 modes of matter, Sattva, Rajas and Tamas. Sattva guna, the guna of goodness, compassion, calmness and positivity. Rajas, the guna of activity, passion and impulsiveness, potentially good or bad. Tamas, the guna of darkness, ignorance, dullness, laziness and negativity. Sankhya system is based on Satkaryavada or the theory of causation. According to Satkaryavada, the effect is pre-existent in the cause. There is only an apparent or illusory change in the makeup of the cause and not a material one when it becomes effect. Since effects cannot come from nothing, the original cause or ground of everything is seen as Prakriti. സാങ്ക്യദർശനം അതിപ്രാചീനമായ ഭാരതീയ ദർശനം അഥവാ തത്വചിന്തയാണ് സാങ്ക്യം. 6 ആസ്തിക ദർശനങ്ങളിൽ ഒന്നായ സാങ്ക്യദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് കപില മഹർഷിയാണ്. ഭാരതീയ ദർശനങ്ങളിൽ ഏറ്റവും ആദ്യത്തേതായി സാങ്ക്യദർശനത്തെ കണക്കാക്കി പോരുന്നു. 14-ാം നൂറ്റാണ്ടോടടുപ്പിച്ച് എഴുതപ്പെട്ട കപിലൻ രചിച്ച സാങ്ക്യസൂത്രമാണ് ഇന്ന് പ്രചാരത്തിലുള്ള സാങ്ക്യദർശനവുമായി ബന്ധപ്പെട്ട പ്രധാന ഒരു ഗ്രന്ഥം. 2-ാം നൂറ്റാണ്ടിലോ 5-ാം നൂറ്റാണ്ടിലോ രചിക്കപ്പെട്ട ഈശ്വരകൃഷ്ണൻ്റെ സാങ്ക്യകാരികയാണ് മറ്റൊരു ആധികാരിക കൃതി. സാങ്ക്യം എന്നതിൻ്റെ അർത്ഥം തന്നെ എണ്ണം എന്നാണ്. ലോകത്തിൻ്റെ അസ്തിത്വം ദൈവത്തേക്കാൾ കൂടുതൽ പ്രകൃതിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് സാങ്ക്യദർശനം സിദ്ധാന്തിക്കുന്നു. ആദ്യകാലങ്ങളിൽ സാങ്ക്യദർശനത്തിനു ഭൗതികവാദത്തിൻ്റെ പരിവേഷമുണ്ടായിരുന്നു. ആത്യന്തിക ദുഃഖനിവൃത്തിയാണ് ജീവിത ലക്ഷ്യമായി സാങ്ക്യദർശനം മുന്നോട്ട് വയ്ക്കുന്നത്. ദുഃഖത്തിൻ്റെ കാരണം, അതിൻ്റെ നിവൃത്തിക്കുള്ള ഉപായങ്ങൾ, ഇവ രണ്ടും കപില മഹർഷി സാങ്ക്യദർശനത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നു. പ്രകൃതി, പുരുഷൻ എന്നീ 2 തത്വങ്ങളാണ് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമായി സാങ്ക്യദർശനം പറയുന്നത്. സത്വഗുണം, രജോ ഗുണം, തപോ ഗുണം എന്നിവയുടെ സാമ്യാവസ്ഥയാണ് പ്രകൃതി. സത്വരജസ് തമോ ഗുണങ്ങളുടെ ഈ സാമ്യാവസ്ഥയ്ക്ക് മൂലപ്രകൃതി എന്ന് പറയുന്നു. ഈ മൂലപ്രകൃതിയിലെ സത്വരജസ് തമോ ഗുണങ്ങൾക്ക് മാറ്റം സംഭവിക്കുമ്പോൾ സൃഷ്ടി സംഭവിക്കുന്നു. പ്രകൃതിയിൽ നിന്ന് മഹത്വം, അഹങ്കാരം, പഞ്ചതന്മാത്രകൾ എന്നിങ്ങനെ 7 തത്വങ്ങൾ ഉണ്ടാകുന്നു. മൊത്തം പ്രപഞ്ചത്തിൻ്റെ സമഷ്ടി ബുദ്ധിയെയാണ് മഹത്വം എന്ന് പറയുന്നത്. മഹത്. അഹങ്കാരം എന്നത് സമഷ്ടി അഹങ്കാരമാണ്. അഹങ്കാരത്തിൽ നിന്നും സ്പർശം, രൂപം, രസം, ഗന്ധം എന്നീ ഭൂതതന്മാത്രകൾ ഉണ്ടാകുന്നു. ഇവയിൽ നിന്നും 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 മഹാഭൂതങ്ങൾ, മനസ്സ് എന്നിങ്ങനെ 16 ഘടകങ്ങൾ. ഇവയും മുൻപ് പറഞ്ഞ ഭൂതതന്മാത്രകളും മഹത്വവും അഹങ്കാരവും പഞ്ചതന്മാത്രകളും ചേർന്നാൽ ആകെ 24 തത്വങ്ങൾ സാങ്ക്യദർശനത്തിൽ അവതരിപ്പിക്കുന്നു. ഇവയെല്ലാം ചേർന്നതാണ് പ്രകൃതി. ഇങ്ങനെ 25 തത്വങ്ങളെ കുറിക്കുന്നതാണ് സാങ്ക്യദർശനത്തിൻ്റെ പ്രധാന പ്രമേയം. ഈ രീതിയിൽ
സംഖ്യയുടെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചതത്വത്തെ നിർവചിച്ചതിനാലാണ് കപില മഹർഷിയുടെ ദർശനത്തിന് സാംഖ്യദർശനം എന്ന പേർ ലഭിച്ചത്. സാംഖ്യദർശനത്തിൽ പുരുഷൻ ചേതനവും പ്രകൃതി അചേതനവുമാണ്. പ്രകൃതി പരിണാമത്തോടടുത്തതും പുരുഷൻ പരിണാമരഹിതനുമാകുന്നു. പ്രകൃതിയാകട്ടെ കർത്തൃത്വമുള്ളതും പുരുഷൻ അതില്ലാത്തതുമാകുന്നു. ജഡമായ പ്രകൃതിയും ചേതനനായ പുരുഷനും കൂടിച്ചേരുന്നതിലൂടെ സകല വ്യവഹാരങ്ങളും നടക്കുന്നു. പ്രകൃതിയും പുരുഷനും ഒന്നിച്ചു നിലകൊള്ളുന്ന അവസ്ഥയിൽ അവയെ വേർതിരിച്ച് മനസ്സിലാക്കപ്പെടുന്നില്ല. ദുഃഖങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് പ്രകൃതിയുടെ ധർമ്മങ്ങളെ പുരുഷൻ തൻ്റേതെന്ന് ധരിക്കുന്നത് കൊണ്ടാണ്. പ്രകൃതി പുരുഷന്മാരുടെ വിവേകജ്ഞാനമാണ് ദുഃഖനിവൃത്തിക്കുള്ള മാർഗം. ഇതാണ് സാംഖ്യദർശനത്തിൻ്റെ രത്നച്ചുരുക്കം. Yoga philosophy. Yoga philosophy is one of the 6 major orthodox schools of Indian philosophy. Yoga philosophy closely related to the Sankhya philosophy. The Yoga Sutras of Patanjali is a key text of the Yoga philosophy. The epistemology of the Yoga philosophy, like the Sankhya school, relies on 3 of 6 pramanas as the means of gaining reliable knowledge, that are Pratyaksha, Anumana and Shabda. The metaphysics of Yoga philosophy is built on the same dualist foundation as the Sankhya school. The universe is conceptualized as composed of 2 realities in the Sankhya Yoga schools, Purusha and Prakriti. Jiva is considered as a state in which Purusha is bonded to Prakriti in some form in various permutations and combinations of various elements, senses, feelings, activity and mind. 6 ആസ്തിക ദർശനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ദർശനമാണ് യോഗദർശനം. ചിത്തവൃത്തികളെ അടക്കി നിർത്തുക എന്നതാണ് യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രാചീന ഭാരതീയ തത്വചിന്തകനായ പതഞ്ജലിയാണ് യോഗസൂത്രം എന്ന ആധികാരിക ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. സാംഖ്യദർശനത്തോട് പല വിധത്തിലും സാമ്യം പുലർത്തുന്ന ദർശനമാണ് യോഗദർശനം. യോഗശ്ചിത്തവൃത്തി നിരോധഃ. ചിത്തവൃത്തികളെ നിരോധിക്കുന്നതെന്തോ അതാണ് യോഗം. Ashtanga Yoga. Ashtanga Yoga is Patanjali's classification of classical yoga. They are Yama, Niyama, Asana, Pranayama, Pratyahara, Dharana, Dhyana, Samadhi. Yamas are ethical rules. The 5 yamas are Ahimsa, Satya, Asteya, Brahmacharya and Aparigraha. Niyama, which includes virtuous habits and observances. Asana is a posture that one can hold for a period of time, staying relaxed, steady, comfortable and motionless. Pranayama is the control of the breath. Pratyahara is drawing within one's awareness. It is a process of retracting the sensory experience from external objects. Dharana means concentration, introspective focus and one-pointedness of mind. Dhyana literally means contemplation, reflection and profound abstract meditation. Samadhi is oneness with the subject of meditation. യോഗദർശനത്തിലെ പ്രധാന ഭാഗമാണ് അഷ്ടാംഗയോഗം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിവയാണ് അഷ്ടാംഗയോഗം. യമം. ആത്മനിയന്ത്രണമാണ് യമം. മനഃശക്തിയെ ശരിയായ വഴിയിലേക്ക് പ്രചരിപ്പിക്കുകയാണ് യമം. ഇത് സാധിക്കണമെങ്കിൽ അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം എന്നിവ അത്യാവശ്യമാണ്. നിയമം. ശൗചം അഥവാ ശരീരശുദ്ധി, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വരഭക്തി എന്നിവ അടങ്ങിയതാണ് നിയമം. ആസനം. ശരീരത്തിൻ്റെ ആരോഗ്യത്തിനായി അനുഷ്ഠിക്കേണ്ട സാങ്കേതിക രീതികളെയാണ് ആസനങ്ങളെന്ന് പറയുന്നത്. ആസനങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കാനായി ശരീരത്തെ നിയന്ത്രിക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യോഗാസനങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. പ്രാണായാമം. ശ്വാസോച്ഛ്വാസങ്ങളെ നിയന്ത്രിക്കുന്നതാണ് പ്രാണായാമം എന്ന് പറയുന്നത്. പ്രത്യാഹാരം. ഇന്ദ്രിയങ്ങളെ അതിൻ്റെ വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതാണ് പ്രത്യാഹാരം. ധാരണ. മനസ്സിനെ
ഏകാഗ്രമാക്കുന്നതാണ് ധാരണ എന്നുകൊണ്ട് അറിയപ്പെടുന്നത്. ധ്യാനം. ഏകാഗ്രമായ മനസ്സിനെ ഏകോപിപ്പിക്കുന്നതിനെ ധ്യാനം എന്ന് പറയുന്നു. സമാധി. ധ്യാനത്തിലൂടെയുള്ള പരിപൂർണ ജ്ഞാനാഗമനമാണ് സമാധി. വാചസ്പതി മിശ്ര. Vajaspati Mishra was a 9th or 10th century Indian philosopher of the Advaita Vedanta tradition. Tattvabindu, Sankhya Kaumudi, Nyaya Ganika, Tattva Samiksha, Nyaya Vartika Tatparya Tika, Tattva Vaisharthi are the major works of Vajaspati Mishra. 9ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്വൈത വേദാന്ത പാരമ്പര്യത്തിൽപ്പെട്ട പണ്ഡിതനാണ് വാചസ്പതി മിശ്ര. ഭാരതീയ ദാർശനിക ശാഖകളിൽ വിവിധങ്ങളായ മേഖലകളിൽ അവഗാഹമുള്ള പണ്ഡിതനായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ തത്വബിന്ദു, തത്വകൗമുദി, ന്യായകണിക, തത്വസമീക്ഷ, ന്യായവാർത്തിക താൽപര്യ ടീക, തത്വവൈശാരഥി എന്നിവയാണ്. യൂണിറ്റ് 2. ഇൻറ്റൻസീവ് സ്റ്റഡി ഓഫ് സാങ്ഖ്യതത്വകൗമുദി ഓൺ സാങ്ഖ്യകാരിക. 1 to 36 കാരികാസ്. Sankhya-Karika. The Sankhya-Karika is the earliest surviving text of the Sankhya school of Indian philosophy. Ishvara Krishna was the author of Sankhya-Karika. The work of Ishvara Krishna had 70 verses in it. The literal meaning of the words of the Karika is this: the means of destroying pain in the form of immediate discriminative knowledge of the spirit as different from matter is contrary to the Vedic means that are capable of removing pain, and hence it is preferable. The Vedic means also are good in as much capable of alleviating pain to a certain extent. Matter is also good. Of these two excellent means, the discriminative knowledge of the spirit that is quite distinct from matter is superior. In the text, the author described himself as a successor of the disciples from the great sage Kapila through Asuri and Panchasika. സാങ്ഖ്യകാരിക ഷഡ്ദർശനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാചീനമായ സാങ്ഖ്യദർശന തത്വങ്ങളെ സമന്വയിപ്പിച്ച് കാര്യകാരണ സഹിതമായ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിച്ച ആധികാരികമായ ഗ്രന്ഥമാണ് സാങ്ഖ്യകാരിക. സാങ്ഖ്യകാരികയുടെ കർത്താവ് ഈശ്വര കൃഷ്ണനാണ്. 72 കാരികകളിലായിട്ട് സാങ്ഖ്യകാരിക സംഗ്രഹിച്ചിരിക്കുന്നു. സാങ്ഖ്യകാരിക പാഠത്തിലെ ഓരോ വാക്യവും കൃത്യമായ ഗണിതശാസ്ത്ര മീറ്ററിൽ രചിച്ചതാണ്. കാരികയുടെ ഓരോ ശ്ലോകവും 4 പാദങ്ങളിൽ ആദ്യ പാദത്തിൽ കൃത്യമായി 3 അടി 3 പാദം 4.5 അടി, ഓരോ വാക്യത്തിൻ്റെയും 3-ാം പാദത്തിൽ 3 അടി, 4-ാം പാദത്തിൽ 3.5യും അതിൻ്റെ അവസാനത്തിൽ ഒരു അധിക ഹ്രസ്വ അക്ഷരവും ഉണ്ട്. 3 വീതം ദുഃഖങ്ങളെ സംബന്ധിച്ചാണ് സാങ്ഖ്യകാരികയുടെ ആദ്യ ഭാഗം പരാമർശിക്കുന്നത്. അവ ആധ്യാത്മികം, അതിഭൗതികം, അതിദൈവികം എന്നിവയാണ്. ജീവിതത്തിൽ സ്വയം സംഭവിക്കുന്ന കാര്യങ്ങളെ കൊണ്ടുണ്ടാകുന്ന ദുഃഖമാണ് ആധ്യാത്മികം. മറ്റുള്ളവരാലും ബാഹ്യസ്വാധീനത്താലും ഉണ്ടാകുന്ന ദുഃഖത്തെ അതിഭൗതിക ദുഃഖം എന്നും കണക്കാക്കുന്നു. യൂണിറ്റ് 3. ഇൻറ്റൻസീവ് സ്റ്റഡി ഓഫ് ദി ഫോളോയിങ് പോർഷൻസ് ഓഫ് യോഗസൂത്ര. സമാധിപാദ, സാധനപാദ, വിഭൂതിപാദ. യോഗസൂത്ര. The Yoga Sutra of Patanjali is a collection of Sanskrit sutras on the theory and practice of yoga, 195 sutras. Yoga Sutra was compiled sometime between 500 BC and 400 CE by the sage Patanjali. The Yoga Sutra of Patanjali was the most translated ancient Indian text in the medieval era, having been translated into about 40 Indian languages and 2 non-languages. Yoga Sutras incorporated the teachings of many other Indian philosophical systems prevalent at the time. Sankhya and Yoga are thought to be two of the many schools of philosophy that originated over the centuries that had common roots in the Vedic cultures and tradition of India. Yoga Sutras. Patanjali divided his Yoga Sutra into 4 chapters that are Samadhipada, Sadhanapada, Vibhudipada, Kaivalyapada. Samadhipada. Samadhipada contains 51 sutras. Samadhi refers to a state of direct and reliable perception where the
Yogi's self-identity is absorbed into pure consciousness, collapsing the categories of witness, witnessing and witnessed. Samadhi is the main technique the yogi learns by which to dive into the accepts of the mind to achieve kaivalya, liberation. The author describes yoga and then the nature and the means of attaining samadhi. This chapter contains the famous definitional verses Yoga Chitta Vritti Nirodha. Sadhanapada. Sadhanapada contains 55 sutras. Sadhana is a Sanskrit word for practice or discipline. In Sadhanapada contains Kriya Yoga and Ashtanga Yoga. Kriya Yoga in the Yoga Sutras is the practice of 3 of Niyamas of Ashtanga Yoga. Tapas, austerity. Swadhyaya, self-study of the scriptures. Ishvara Pranidhana, devotion to good or pure consciousness. Ashtanga Yoga is the yoga of 8 limbs: Yama, Niyama, Asana, Pranayama, Pratyahara, Dharana, Dhyana, Samadhi. Vibhudipada. Vibhudipada contains 56 sutras. Vibhuti is the Sanskrit word for power or manifestation. Supranormal powers are acquired by the practice of yoga. Combined simultaneous practice of dharana, dhyana and samadhi is referred to as sannyas or as samyama and is considered a tool of achieving various perfection or siddhis. Kaivalyapada. Kaivalyapada contains 34 sutras. Kaivalya literally translated to isolation, but as used in the sutras stands for emancipation or liberation and is used where other texts often employ the term moksha. The Kaivalyapada describes the process of liberation and the reality of the transcendental ego. പ്രാചീന ഭാരതീയ ദർശനങ്ങളിൽ യോഗദർശനം ഒരു പ്രധാന ദർശനമാണ്. യോഗസൂത്രമാണ് യോഗദർശനത്തിൻ്റെ ആധികാരിക ഗ്രന്ഥം. യോഗദർശനത്തിൻ്റെ കർത്താവ് പതഞ്ജലിയാണ്. യോഗശ്ചിത്തവൃത്തി നിരോധം. ചിത്തവൃത്തികളെ നിരോധിക്കുന്നതെന്തോ അതാണ് യോഗം. പതഞ്ജലി മഹർഷിയുടെ കാലം ക്രിസ്തുവിന് മുൻപ് 2-ാം നൂറ്റാണ്ടിലോ 4-ാം നൂറ്റാണ്ടിലോ ആയിരിക്കാമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. യോഗദർശനങ്ങളെ 194 സൂത്രങ്ങളിലായി അവതരിപ്പിക്കുന്നതാണ് യോഗസൂത്രം. അഷ്ടാധ്യായി എന്ന വ്യാകരണ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി മഹാഭാഷ്യം എന്നൊരു കൃതി പതഞ്ജലിയാൽ എഴുതപ്പെട്ടിട്ടുണ്ട്. സൂത്രം എന്നാൽ കോർത്തിണക്കുന്ന നൂൽ എന്നാണ് അർത്ഥം. വിശദമായ അറിവുകളെ ബന്ധിപ്പിക്കുന്ന ചുരുക്കെഴുത്തുകളാണ് സൂത്രങ്ങൾ. യോഗസൂത്രത്തിലാകെ 196 സൂത്രങ്ങളുള്ളതിനെ 4 അധ്യായങ്ങൾ അഥവാ പാദങ്ങളായി തിരിച്ചിരിക്കുന്നു. അവ സമാധിപാദം, സാധനപാദം, വിഭൂതിപാദം, കൈവല്യപാദം എന്നിവയാണ്. സമാധിപാദം. സമാധിപാദത്തിൽ 51 സൂത്രങ്ങളാണുള്ളത്. സമാധിയുടെ സ്വരൂപം, അതിൻ്റെ വിഭാഗങ്ങളും അവാന്തര വിഭാഗങ്ങളും അവയുടെ ലക്ഷണങ്ങൾ തുടങ്ങിയവ വിവരിക്കുന്ന ഭാഗമാണ് സമാധിപാദം. ഒരാൾ സ്വയം തിരിച്ചറിഞ്ഞിട്ടില്ലാത്തപ്പോൾ അഥവാ യോഗാവസ്ഥയിലല്ലാത്തപ്പോൾ മനസ്സിൻ്റെ വ്യതിയാനങ്ങളുമായി ചേർന്ന് നിൽക്കും. അതായത് ചിത്തവൃത്തികളുമായുള്ള താല്പര്യം. ചിത്തം നാമരൂപങ്ങളോട് ചേർന്ന് നിൽക്കുന്നു. സാധനപാദം 55 സൂത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന പാദമാണ് സാധനപാദം. തപസ്വാധ്യായ ഈശ്വരപ്രണീധാനാനി ക്രിയായോഗ. തപസ്, സ്വാധ്യായം, ഈശ്വരപ്രണീധാനം ഈ മൂന്നും ഉൾക്കൊള്ളുന്നതാണ് ക്രിയായോഗം. യോഗം ശീലിക്കാൻ ആഗ്രഹിക്കുന്നവർ അനുഷ്ഠിക്കേണ്ട യമാദ്യഷ്ടാംഗങ്ങളുടെ സ്വരൂപം സാധനപാദത്തിൽ വിശദീകരിക്കുന്നു. വിഭൂതിപാദം. 55 സൂത്രങ്ങളാണ് വിഭൂതിപാദത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. യോഗാഭ്യാസത്തിലൂടെ ഉണ്ടാകുന്ന ഐശ്വര്യങ്ങളുടെ സ്വഭാവം വിശദീകരിക്കുന്നതാണ് വിഭൂതിപാദത്തിൽ. കൈവല്യപാദത്തിൽ 34 സൂത്രങ്ങൾ അടങ്ങിയിരിക്കുന്നു. മോക്ഷാവസ്ഥയുടെ ലക്ഷണം കൈവല്യപാദത്തിൽ പ്രതിപാദിക്കുന്നു.